ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്ക് പിള്ളേരുടെ ജലദോഷം ഇതുവരെ വിട്ട് മാറിയിട്ടില്ല കേട്ടോ. എനിക്ക് മാറിയിട്ടില്ല. ആരൊക്കെ കമന്റ് ഇട്ടുണ്ടായി പനിക്കൂർക്കയുടെ ഇലയൊക്കെ വാട്ടി പിഴിഞ്ഞ് കൊടുക്കണം, അതൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മാറിയിട്ടില്ല, ഇവരുടെ മാറിയിട്ടില്ല. കുഞ്ഞിക്ക് ഉണ്ട് ഏറ്റവും കൂടുതല്. അമ്മ അവരും ചെയ്യില്ലേ? കുഞ്ഞിക്ക് കൂടുതൽ ഒഴിവായും അത് വന്നേ കുഞ്ഞിനും ചെയ്യില്ല. ഇവനെ നോക്കി നിൽക്കാലോ, അവനെന്തെങ്കിലും ചെയ്യണം. ഇപ്പൊ അപ്പനെ മതി, കപ്പ കപ്പ നടക്കണോ നോക്കിയിടണം. അപ്പൊ അപ്പനെ മതി. അമ്മിച്ചി അതും കുറുമ്പ് കാണിക്കില്ലേട്ടാ. നമ്മള് ഇവർക്ക് ചെറുതായിട്ട് ചുമയുണ്ടായി. അതുപോലെ തന്നെ അവിടെ അമ്മിച്ചിക്കും ചുമയായിരുന്നു. അമ്മിച്ചിക്ക് ചുമയായിട്ട് ഞാൻ പോകുന്നതിന്റെ പിന്നാലെ ഇപ്പൊ അമ്മിച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അതായത് അമ്മിച്ചിക്ക് ചുമ വന്ന് ഇങ്ങനെ നീർക്കെട്ട് പോലെയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. മാറിയിട്ടില്ലെങ്കിൽ 2-3 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണം എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ അത് മാറിയിട്ടില്ല, ഇവരുടെയും മാറിയിട്ടില്ല. ചുമ വന്നിട്ട് അങ്ങോട്ട് വിട്ടു മാറണില്ല. അമ്മച്ചിക്കാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ബാധിക്കും. പിള്ളേർക്ക് വന്നു കഴിഞ്ഞാലും വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സൈഡിൽ കൂടെ പോയാൽ വരെ കിട്ടും. അപ്പൊ അതുകൊണ്ട് കിട്ടിയിട്ട് ഇപ്പൊ ആള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യും? എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം 2 പേരെ ഇട്ടിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യം മാത്രം ഉള്ളെങ്കിൽ പിന്നെ ഇവിടെ ആളുടെ അടുത്ത് അങ്ങനെ ആക്കിയിട്ട് പോകാന്ന് വിചാരിക്കും. പക്ഷെ അതല്ലല്ലോ, ഉണ്ണിയില്ല, അവന് പാല് കുടിക്കണം. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇവിടെ തന്നെ നിൽക്കണം. ഞാൻ പോയാലും ഇവർക്ക് ചുമയുള്ളതാണ്. എനിക്ക് അവിടേക്ക് കൊണ്ടുപോകാൻ പേടിയാണ്. കാരണം അമ്മച്ചിടെ കുറഞ്ഞു വരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് കിട്ടിയാലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. വിളിച്ചിട്ട് വർത്താനം പറയാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞേക്കണേ. അപ്പൊ അമ്മച്ചി ആക്ഷൻ മാത്രം കാണിക്കണു, സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞേക്കണേ. നമ്മുടെ എന്നിട്ടാണ് ചെറുതായിട്ട് നമ്മൾ പോന്നപ്പോഴും ഉണ്ടായി, പക്ഷെ അത്ര കാര്യമായിട്ട് ഉണ്ടായില്ല. പക്ഷെ നമ്മൾ പോകുന്നതിന്റെ പിന്നാലെ അത് കൂടി. എനിക്കറിയായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ പോരണേന്റെ പിന്നാലെ അമ്മച്ചിക്ക് വയ്യായികകൾ വന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ആയിരുന്നു. ഇപ്പൊ ഞായറാഴ്ച ആയിട്ടാണ് അമ്മച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണേ. അപ്പൊ അവര് ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ നമുക്ക് കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, അമ്മച്ചി ഒറ്റയ്ക്കാണ് വീട്ടിൽ നിന്ന്. അമ്മച്ചി അവിടെ നമ്മൾ പോകുന്നതിന് പിന്നെ ഹസിക്കൂട്ടനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവനുണ്ടായിരുന്നു. അപ്പൊ അവൻ വീട്ടിലേക്ക് പോയി. ഇപ്പൊ അമ്മച്ചി ഹോസ്പിറ്റലിലുണ്ട്. അപ്പൊ ഞായറാഴ്ച അമ്മച്ചിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടിയിട്ട്, അതായത് ശ്വാസം കിട്ടാത്ത പോലെ തോന്നി, നീർക്കെട്ട് വന്നിട്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോ അപ്പച്ച വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവിടെ ചെന്നപ്പോ തന്നെ അവര് അഡ്മിറ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3-4 ദിവസത്തേക്ക് ആന്റിബയോട്ടിക് ഉണ്ടാവും. ഇവന് നോക്കി നിൽക്കാലെ കടിക്കാന്ന്. ഞാൻ ചെയ്യണം, ഭയങ്കര കുറുമ്പ് കൂടിയേക്കാ. അടിക്കുമ്പോഴേക്കും എന്താ പറയാ, ഭയങ്കര കരച്ചിലും ബഹളവും വാശിയും കാര്യങ്ങളൊക്കെയാണ് അവന്. ഇവിടെ വന്ന പിന്നെ കുറച്ച് വീണാട്ട കൂടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പന്റെ പിന്നാലെ നടന്ന് 2 അപ്പനെ മതിയായ സമയം. അപ്പം മോളിക്ക് പോയി അപ്പന്റെ പിന്നാലെ മോളിക്കും. അപ്പന് ബാത്റൂമിൽ വരെ പോവാനിപ്പോ സമയം. സത്യം പറഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ പോയി അപ്പ വിളിക്കുക, അപ്പ പോയി. കൊച്ചിന്റെ വിചാരം അപ്പം പോയിട്ട് കുറച്ച് നാള് കഴിഞ്ഞിട്ടല്ലേ വന്നേ, ഇനിയും അപ്പം പോകുന്നുള്ളൊരു ചെറിയ ഭയം കുട്ടിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇന്ന് നമ്മളെ വീട്ടില് മീൻകറി വെക്കാൻ പോണേ. മീൻ കറി. കാരണം ആദ്യം 2 ദിവസമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മീൻ. അപ്പൊ ഇന്നലെ നമ്മള് ഇറച്ചിക്കറി വെച്ചു. അപ്പൊ ഇന്നലെ മീൻ കറി ആയിരുന്നു പ്ലാൻ. അപ്പൊ ഇന്നും അവൻ മീൻ തന്നെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നതേ മീൻ കറി വെക്കാൻ വേണ്ടിട്ട് നമ്മള് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇത് എന്താ മീനിന്? സൽമോൺ. ഇത് സൽമോൺ ഉണ്ടാ. അപ്പൊ ഇതെന്താ, ഇതിന്റെ നെയ്യ് ഇങ്ങനെ പൊന്തിക്കണ്ടാ. ഈ മീൻ നല്ല മീനാന്ന് പറയണേ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഞാനിത് കഴിക്കാൻ പോണത്. പിള്ളേർക്കൊക്കെ നല്ലതാണിത്. ഇത് തേങ്ങാപ്പാല് പിഴിഞ്ഞ് അമ്മിച്ചി കറി വെക്കും. ഇനി ലാസ്റ്റ് അടുത്ത കമന്റ് വരും, ഞാനിവിടെ പണിയെടുക്കുന്നില്ല, ഞാൻ ഇവിടെ വീഡിയോ എടുക്കണ കാരണം നിങ്ങൾ എന്റെ പണികൾ അവിടെയും കാണാറില്ല ഇവിടെയും കാണാറില്ല എന്നുള്ള സത്യം. 2 പിള്ളേരില്ലേ, നിങ്ങൾ എന്റെ സാഹചര്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പണിയെടുക്കുന്നത് നിങ്ങൾ കാണാത്തത്. ദൈവമേ, നോക്കിയേ, പശുവിനെ കൊടുക്കാനുള്ള എരുമയ്ക്ക് കൊടുക്കാനുള്ള കഞ്ഞിയിൽ അവൻ കൈയിട്ടു. എവിടെന്നാ കൂറുമ്പെന്ന് പറഞ്ഞിട്ടല്ലോ. നമ്മളിതേ ആദത്തിന് കോഴികളെ കാണിച്ചു കൊടുക്കട്ടെ. കോഴി ബബകൾ ഇവിടെ കോഴികൾ അയച്ചിട്ടുണ്ട് അമ്മച്ചി. അതെ, ഒരു കോഴിനുള്ളത്. ഏടാദം കോഴി ബബ വിളിച്ചേ, വന്നില്ല. അയ്യോ, ഇനി നിങ്ങളിത് കോഴി ഫാമാന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിൽ കുറച്ച് കോഴികളെ വളർത്തുന്നുള്ളൂ, അല്ലാണ്ട് ഫാം കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ അമ്മച്ചിക്ക് കോഴിനെ വളർത്തുന്നത് അങ്ങനത്തെ പരിപാടികളൊക്കെ ഇഷ്ടം. അതുകൊണ്ട് കോഴിനെ വളർത്തുന്നുണ്ട്. 2 എരുമയുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കാടൂറ്റിയില് ഇങ്ങനത്തെ
കോഴി ഉണ്ടായിരുന്നു കേട്ടോ മുൻപ് കോഴിക്കൂടൊക്കെ അമ്മച്ചിക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മള് വലിയ കാര്യത്തില് കോഴിക്കൂടൊക്കെ പണിത് വെച്ചപ്പോ ഇവിടെ ഒരു കോഴി പോലും ഇല്ല. ഇന്നാളെ പറയണ്ടേ നമുക്ക് ആ കോഴിക്കൂടൊക്കെ വിൽക്കായിരുന്നു. കാരണം കോഴിയുടെ അമ്മച്ചിക്ക് പൊടി അങ്ങനത്തെ കാര്യങ്ങൾ അലർജി ചെയ്തോണ്ട് അതൊന്നും ഇല്ല. ഇപ്പൊ നമ്മുടെ വീട്ടില് മുൻപ് കോഴി, ആട്, പശു എന്തൊക്കെ ഉണ്ടായതാന്നറിയോ? ഇപ്പോഴാണ് അമ്മച്ചിക്ക് വയ്യാണ്ടായി പിന്നെയാണ് അതൊക്കെ നിർത്തിയത്. അപ്പൊ ഇവിടെ ഈ സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് പാടത്ത്, നെല്ലൊക്കെ. പക്ഷെ ഇപ്പൊ അതിന് വയ്യാണ്ടായതോടുകൂടി ആർക്കും നേരമില്ല. അതുകൊണ്ട് അതൊന്നും ചെയ്യലില്ല. ഇവിടെ ഇപ്പൊ അമ്മച്ചിക്ക് കോഴിയും അപ്പച്ചന് രണ്ടെരുമയും ഉണ്ട്. അപ്പാപ്പൻ ഇന്നിവിടെ ഇല്ല കേട്ടാ. അപ്പാപ്പൻ ഇന്ന് ചന്തക്ക് പോയേക്ക, വെളുപ്പിന് പോയേക്കുന്നതാണ്. അപ്പാപ്പൻ വന്നിട്ടില്ല. അപ്പൊ പിന്നെ എന്നിട്ടാണ് അമ്മാമ അതേ കോഴിക്കോട് ക്ലീൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി കുറച്ച് പരിപാടികളുണ്ട്. കുറച്ച് പരിപാടികൾ എന്ന് പറഞ്ഞാൽ ആദത്തിനെ കുളിപ്പിക്കണം, കുഞ്ഞുണ്ണിനെ കുളിപ്പിക്കണം. പിന്നെ എന്നിട്ടാണ് കറി വെക്കാൻ അമ്മച്ചി ഇതൊക്കെ മീൻ വെള്ളത്തിലിട്ടിട്ടുള്ളൂ, ഐസ് വിട്ടിട്ടില്ല. അതുകൊണ്ട് അത് അവിടെ ഇട്ടേക്കാണ്. അല്ല മീൻകറി ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇത്ര നല്ല മീനെ ഞാൻ വെച്ച് നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് ഇറങ്ങാത്തത്. അല്ലേ മോനെ? എന്തി അത് സത്യാന്ന് കണ്ടാ, അത് സത്യാന്ന്. അപ്പൊ ഞാൻ വെക്കും. അല്ല ഞാൻ ഇങ്ങടന്നേ ഒരു കാര്യം ചോദിക്കട്ടെ, കെട്ടിയോട് ചോദിക്കും. ഇങ്ങടന്നേ ഞാൻ മീൻ കറി വെക്കാറുണ്ടോ? ഞാൻ കറികൾ വെക്കാറുണ്ടോ? അടിച്ചു പറയിപ്പിക്കുന്നല്ലേട്ടാ, സത്യാണ്. ഞാൻ അവിടെ നിന്നൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഉണ്ണിയൊന്നും ചെയ്യില്ലാതെ ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ അമ്മേ ഇപ്പൊ എനിക്ക് വയ്യ. രാത്രി ആണെങ്കിൽ ഉറങ്ങാനും പറ്റണില്ല. കുഞ്ഞുണ്ണി ആണെങ്കിൽ ഉറങ്ങണില്ല. തിരുവിടെ ഇറങ്ങിക്കോ തിരുവിടിയോ. ആ ബാക്കർക്ക് ഫുള്ളടിച്ചോ. രാവിലെ ചമ്മന്തി അരച്ചുണ്ടായിരുന്നതിന് പുളിയുണ്ട്. പുളിവെള്ളം വാങ്ങിയത്. പുളിവെള്ളം വാങ്ങിയിട്ടിട്ട് നമ്മള് ഈ മീൻ കറി വെക്കുന്നത്. നേരത്തെ പറഞ്ഞു ജോൺസാ. അവിടെ ജോൺസൺ വന്നിട്ടുണ്ട് പുറത്ത്. കൊച്ചു ജോൺസൺ അന്വേഷിച്ച് പോയി തുടങ്ങി. ജോൺസാ ദേ കണ്ട നല്ല വലിയ പീസാട്ടാ. അതെ കണ്ട, കാണാൻ നല്ല ഭംഗിയുള്ള നല്ല പീസ. അടിപൊളിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കണേ. ഞാൻ ഈ മീൻ കഴിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല കഴിച്ചിട്ടില്ല. കഴിച്ച് നോക്കുമ്പോ അറിയാം. പിന്നെ കാലത്ത് അമ്മച്ച് ചമ്മന്തി ഉണ്ടാക്കിയതാട്ടാ. ചെമ്മീൻ തേങ്ങപ്പാല് പിഴിഞ്ഞത്, തേങ്ങ അടിച്ച് അടിപൊളി ചമ്മന്തി ആയിരുന്നു. ആദത്തിന് മറ്റേ ഇത് എരിവില്ലാത്ത ചമ്മന്തി. തിന്നില്ലേ മാങ്ങ? ഇല്ല തിന്നില്ലാ. നീയല്ലടാ മാങ്ങ ആ മീമി. അതിന് മീമി വറുത്തത് വേണോ വെച്ചത് വേണോ? ജോൺസന് കൊടുക്കണ? ജോൺസന് കൊടുക്കണ മീമി? ജോൺസൺ മീമി കൊടുക്കണ്ടോ നോക്കിയെന്ന്? ഇല്ലേ ആപ്പ കൊടുത്തേക്കണ? ഉപ്പിട്ടു. അതെ ഉപ്പിട്ടു. ഇത് വറുക്കാനല്ലേ? ഇത് വറുക്കാനും ഇത് കറി വെക്കാനും കേട്ടോ. അപ്പാപ്പ വീട്ടിൽ അത് തല മീൻ 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 ഫ്രഷ് വേപ്പല കൊടുക്കും. അതെന്നിട്ട് നോക്കി നിക്കണതോ? അത് വേപ്പല ഓടിക്കുന്നു നോക്ക. ഇവിടെ നമ്മുടെ വേപ്പിന്റെ അവിടെ നമ്മച്ച് പൊട്ടിക്കണ്ട്. അമ്മമ്മ വേപ്പല കൊണ്ടുവരുന്നുണ്ട്. അതോ വേപ്പല കൊണ്ടുവരുന്നുണ്ട്. ആദ്യത്തിന് മുന്നേ വേപ്പല കിട്ടി കഴിഞ്ഞാൽ ഫുള്ള് കളിക്കാനുള്ള സാധനം വന്നിട്ട് അതാണ്. ചക്കുവിന്റെ മോന്റെ അവിടെ നിക്കണേ. ഞാൻ കൈയറിയില്ല ചക്കുനെ. അയ്യോ അപ്പൊ മോനെ അമ്മച്ചങ്ങോട്ട് കൊടുത്തത് 5 മിനിറ്റ് കൊണ്ട് മോൻ സെറ്റാക്കി തരുന്നേ. പാല് വീഴുന്നുണ്ട് കേട്ടോ.
തേങ്ങപ്പാല് പിഴിഞ്ഞ് മീൻകറി ആദത്തിന് മീമി വേണാ വേണ്ടേ? വേണ്ടാ അവനാണ് ഇത്ര ദിവസം 2 ദിവസമായിട്ട് മീൻ പറഞ്ഞോണ്ടിരിക്കുന്ന ആള്. ടോം പറയണ മീൻ വേണ്ടാന്ന്. പിച്ചിയാ അമ്മാവ എന്നിട്ട് ചെയ്തേ അതിനെ? അമ്മാവ എന്നിട്ട് ചെയ്തേ? ചുണ്ടത്ത് എന്നിട്ട് ചെയ്തേ? ചുണ്ട് തല്ലി. തേങ്ങപ്പാല് പിഴിഞ്ഞത് നമ്മള് മീൻ സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. തലയുണ്ട് കേട്ടോ അതിന്റെ പിന്നെ പാല് ഇതിലേക്ക് വെച്ചു. നമ്മുടെ മീൻ കറി അടുപ്പത്ത് കയറി. ഞാനും ഉണ്ണിയും കൂടി ഇങ്ങോട്ട് പോന്നു കേട്ടാ. നമ്മുടെ ആദം ബേബിക്ക് ഏത് സമയത്തൊരു ബോഡി ഗാർഡിന്റെ ആവശ്യകത ഉണ്ട്. ആദം ബേബിനെ എവിടെ കാണാണ്ടാവാന്നുള്ളത് നോക്കിയിരിക്കണം. അവനിപ്പൊ ഇവിടെ നിൽക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാവില്ല. അതുപോലെയാണ് അവനെ കാണാണ്ടാവണത്. ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ 2 റൂമിലുള്ളിൽ നമുക്ക് അടച്ചിടാന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ ഇങ്ങനെ വിശാലമായ സ്ഥലം കിടക്കണ കാരണം ആൾ എവിടേക്ക് വേണമെങ്കിലും ഏത് സമയം ഓടിപ്പോവാം. പോർക്കിനെ ബാബോയ് എന്ന് പറയാ. ബാബോയ് ബാബോയ് ബാബോയ്. അയ്യോ കുഞ്ഞിനെ മൂക്കിന്ന് വന്നു. ഹായ്. അപ്പൊ വായിക്ക് കൈ കുത്തി കയറ്റണം. ഇനി 2 കൈ കൂടി കയറ്റങ്ങട്. നോക്കണൊക്കെ അവൻ ക്യാമറ എനിക്ക് നോക്കണോക്കല്ലേ കുറുമ്പാ. ചക്കട കണ്ട ഇത് ഇന്നലെ അമ്മാമ ആദത്തിന് ഉണ്ടാക്കി കൊടുത്ത കേട്ടാ. മറ്റേ വരട്ടിയ ചക്ക ഉണ്ടായി ഇവിടെ. അപ്പൊ അതെടുത്തിട്ട് ആദത്തിന് ചക്കട ഉണ്ടാക്കിണ്ടായി. ഒരു ചക്കട തിന്നു, ബാക്കി ഇവിടെ വെച്ചു. ഒരെണ്ണം രാവിലെ ഞാൻ തിന്നു, ബാക്കി ഒരെണ്ണം കൂടി ഇവിടെ ബാലൻസ് ഉള്ളു. ബാക്കിയൊക്കെ കഴിഞ്ഞു. മോൻ കഴിച്ചില്ലേ? ആള് കഴിച്ചു. ആൾക്കാണ് മെയിനായിട്ട് ഉണ്ടാക്കിയേ. പിന്നെ ഒരു ആദത്തിന് പേര് പറഞ്ഞു എന്നുള്ളൂ. അതൊരെണ്ണം കഴിച്ചുള്ളൂ. നമ്മുടെ മീൻകറി ദേ അടിപൊളിയായിട്ട് തിളക്കണുണ്ട്. എന്ത് അപ്പാപ്പനൊരു കടി കിട്ടി. അപ്പാപ്പന് സ്വിച്ച് ഇടാനുള്ള സമയം കിട്ടിയില്ലായിരുന്നു. പിന്നെ കൊച്ചിന്റെ കടി കഴിഞ്ഞു. അപ്പാപ്പ കൊറേ നേരം ഇല്ല അപ്പാപ്പനെ വിളിക്കണ കൊച്ച്. മൈൻഡ് ചെയ്തില്ലേ കൊച്ചിനെ? ജോച്ചം കൊടുക്ക് പാപ്പ കൊടുക്കാം പാപ്പന്. നീ വറക്കാനും ഇട്ടിട്ടുണ്ട്. മറ്റേ കഴിഞ്ഞിട്ടില്ല വറക്കാറ്. ഇന്നലെ ഫ്രൈ പാനിലേക്ക് മാറ്റിയല്ലോ. മീൻ കിടക്കാനുള്ള സ്ഥലം മറ്റേ മീനില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ഫ്രൈ പാനിൽ മീൻ വറക്കുന്നു. വേപ്പനി വെളുത്തുള്ളിലേക്ക് മോടാറുണ്ടല്ലോ അല്ലേ? അതിന് നമ്മുടെ അപ്പച്ചനാവുന്ന ഇഷ്ടമാണ് ടേസ്റ്റ്. അപ്പച്ചനത് എങ്ങനെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ, വേറെ ഐറ്റംസ് ഒന്നും ഉണ്ട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് അമ്മച്ച് ഇങ്ങനെ വറക്കാറുള്ളൂ. നമ്മളവിടെ വെക്കുമ്പോ ഫസ്റ്റ് തന്നെ 3 വേപ്പല 2 വെളുത്തുള്ളി അല്ലേ അതൊക്കെ ഇടാൻ പച്ചമുളക്. ഞാൻ ഒന്നും നോക്കണില്ല. മാങ്ങയല്ല അത് നാരങ്ങയല്ലല്ലേ അത് പച്ചവെള്ളള്ളത്. ടെസ്റ്റ് ചെയ്തിട്ട് കൊച്ചു കുടിക്കുള്ളൂ. തണുപ്പുണ്ടല്ലോ അതിന്. വേഗമാണ് മണമണ ഒന്ന് കുടിക്കണേ. മതി ഹായ്. ഇപ്പൊ പുതിയ എക്സ്പ്രഷൻ ആണ് അവന്റെ. ഹായ് മതി അതാ പാപ്പ കുടിച്ചിട്ടെ. ഇനി തണുത്ത വെള്ളല്ലേ ഇത്. അതിൽ നാരങ്ങ വീഞ്ഞുണ്ട്. വെറുതെ എല്ലാം വാങ്ങി ഹായ് എന്ന് പറഞ്ഞ് കേട്ടണേ അല്ലേ? അതിന് തണുപ്പുണ്ടാതെ മതി കുടിക്കണ്ട. മതി എന്തായി? ഷെഫ് ഡെലീഷ് ജോൺസൺ ആള് ഡെക്കറേറ്റ് ചെയ്തു. പച്ചമുളക് ഇട്ട് വെളുത്തുള്ളി ഇട്ട് വേപ്പലി ഇട്ടു. നമുക്ക് മീൻ കാച്ചാൻ വേണ്ടി ചുവന്നുള്ളിയും വേപ്പലി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ വേണോ മോനെ? അപ്പൊ എന്താ മീൻ മറക്കണോക്കിയേ? ഞാൻ മറക്കണു. എന്നത് പൊടിക്കുന്നു വലിയ ഷെഫാന്ന് പറഞ്ഞിട്ട്. അപ്പൊ പൊടിക്കും. അപ്പൊ മറിച്ചിട്ടു മീനെ. വേണ്ടത് അത് പിടിച്ചിട്ട് പോണേ. തീ കുറച്ചോ? അതാ ഞാൻ പറഞ്ഞ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു പോണേ. വേണ്ടെന്നാ
കണ്ട ഒപ്പന എന്ത് സാഹചര്യത്തിലും പിടിക്കില്ലെന്ന് മാറ്റിയല്ല മീമി 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 തിരിക്കുന്ന സ്ഥലം മീമിനെ തിരിച്ചിട്ടു ചിരിക്കണൊക്കെ തിരിച്ചിട്ടു ദൈവമേ ഇവന്റെ കൈ കയറിട്ട് കെട്ടിരുന്നതാണ് അവന്റെ അപ്പൊ ഞാൻ കിടന്ന് കൊച്ചി കളിക്കുന്നത് മൾട്ടി ടാസ്ക് ഓഫ് ഉണ്ടാന്ന് അപ്പന്റെ അപ്പോച്ച് അമ്മ മതി മുളക് പൊടി ഇടാൻ കൊടുത്തേ അമ്മ ഓഫ് ചെയ്യണില്ല മുളക് പൊടി ഓഫ് ചെയ്യണ്ട കൊച്ചിട്ട് മതി ഓഫ് ചെയ്യാൻ മീൻ കറി നമ്മള് സെറ്റ് ആയിട്ടുണ്ട് ഇനി കാച്ച സെറ്റ് ഏതുകൊണ്ട് അമ്മ ചെയ്താലോ സൗണ്ടല്ല മണം വന്നിട്ട് നല്ലോണം മുളക് പൊടി പൂത്തന്റെ നമ്മളിങ്ങനെ ഉടക്കാതെ എടുക്കാം നമ്മുടെ മീൻ കറി റെഡി വിത്ത് തേങ്ങപ്പാല് വിത്ത് മാങ്ങക്കറി തേങ്ങപ്പാലും മാങ്ങയും മീനും പക്ഷെ ഈ തേങ്ങപ്പാൽ എന്താ ഇങ്ങനെ കിടക്കണേ എന്തൊരു ഭംഗി എന്തൊരു വേറൊരു ഇത് പോലില്ലേ തേങ്ങ തോന്നല്ലേ മോന് ഇനി മീൻ കൂടി സെറ്റായ നമുക്ക് ചോറണം ഈ ലൈറ്റില്ലേ ഈ ലൈറ്റ് ഈ സാധനം ഇതവൻ കൈ എത്തിച്ച് പിടിക്കാൻ പോകുന്നു അവന്റെ കൈ ഉണ്ടല്ലോ ഞാൻ അതേ ഫുഡ് കഴിക്കാൻ പോവാട്ടാ മീൻകറി എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് തന്നെ നല്ല പുളി ഉണ്ടാവും ഇതൊക്കെ കളയുന്ന ശരിയാ നല്ല പുളിയുണ്ട് മീന കണ്ട ഇതിൻ്റെ ഉള്ളിലൊരു റോസ് കളർ പോലെ ശരിക്കും ഇത് സ്റ്റീക്ക് അങ്ങനത്തെ ഐറ്റംസിന് നല്ലതാന്ന് തോന്നുന്നു അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് സ്റ്റീക്ക് അങ്ങനെ സാധനങ്ങൾ ട്രൈ ചെയ്ത് തുടങ്ങും കാണിച്ചിട്ട് എന്നിട്ട് ചിരിക്കണം മോൻ അതിന് മീമി വേണോ തിന്നു അതിന് കൊടുത്തുട്ടത് അമ്മച്ചിന്ന് ചായക്ക് പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട് ആദം ബേബി എനിച്ചിട്ടില്ല ആദം ബേബി അപ്പനോടി കിടന്ന് ഉറങ്ങണം മുകളിൽ കിടന്ന് ഉറങ്ങണം ഞാൻ ഇന്ന് ഉണ്ണിനെ താഴ്ത്തി വരുത്തി കാരണം അവർ നല്ല സുഖത്തിൽ ഉറങ്ങാം 4:15 ഉറക്കത്തിൽ നിന്ന് എഴുന്നിട്ടിട്ടില്ല അല്ലെങ്കിൽ ഇവന്റെ സൗണ്ട് കേട്ടിട്ട് അവൻ എനിക്ക് ചെയ്യാറ് ഇന്ന് എഴുന്നിട്ടിട്ടില്ല ഇതണ്ട ദേ പഴംപൊരി പിന്നെ അടപ്പത്ത് ദേ വെച്ചിട്ടുണ്ട് ചായയും പഴംപൊരി പഴംപൊരിയുടെ മണമോ മണത്തറിഞ്ഞൂല എന്താ കഴിവ് അതാ ഇങ്ങനെ ഉറങ്ങി കഴിഞ്ഞാലേ രാത്രി ഉറങ്ങൂല കേട്ടാ അയ്യോ 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 അപ്പൊ തന്നെ മോതുണ്ടാവില്ലേ മിഠായി കിട്ടിയത് അതൊക്കെ ഒന്തക്ക് പോയി വന്നേക്കണേക്ക് ആമിയും പോയാ കൊറച്ചറിയുമ്പോ ജോച്ചൻ പോണെന്ന് ജോച്ചൻ പോയിന് വേണ്ടി അവരൊക്കെ മാറി മാറി ഇരുന്നിട്ട് വന്നിട്ട് ദൈവമേ എനിക്ക് തന്നൊരു മിഠായി ഞാൻ മറയെ പോയി വേഗം തിന്നുവാൻ ഒന്നപ്പയ്ക്ക് കൊടുക്കേ ഒന്നമ്മയ്ക്ക് തന്നേ ഇഷ്ടായി മിഠായി കിട്ടിയില്ലോ അതെന്തില്ലേ ഒന്നമാരെ ഇവ നമ്മുടെ ഇന്നത്തെ പരിപാടികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പൊ എന്നിട്ടാണ് നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഉണ്ണീനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായി പക്ഷെ അവനെ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മങ്കി സാധനങ്ങളൊക്കെ ഇട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട് ഉണ്ണീനെ അപ്പൊ എന്നിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മറക്കാണ്ട് കമന്റ് ചെയ്യുക അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റാ ബൈ ബൈ സീ യു ഐ ലവ് യു ലിൻഡ
ഐ ലവ് യു പറയണ്ട. ഭയങ്കര ബിസിയില്ല. ഇവിടെ ഒരു വെള്ളം കുപ്പി ഉണ്ടായിരുന്നു, അത് പിടിക്കാനുള്ള പണിയിലാണ്.